നമസ്കാരം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തും എന്ന് പ്രതീക്ഷിക്കാൻ ഇനി എന്താണ് നമുക്ക് ബാക്കിയുള്ളത്? കരാർ തുക കൈമാറാത്ത സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതിന്റെ സൂചനകൾ വരുമ്പോഴും മെസ്സി വരും എന്ന് നമ്മുടെ കായിക മന്ത്രി ആവർത്തിക്കുന്നത് എന്തുകൊണ്ട്? മെസ്സിയുടെ വരവിനെ ചുറ്റിപ്പറ്റിയുള്ള അവകാശവാദങ്ങളും വിവാദങ്ങളും മലയാളിയെ കളിപ്പിക്കുന്ന ചിലരുടെ ഫ്രീ കിക്കാണോ? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വൈകുന്നേരം ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി, അതോടൊപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് VR അനൂപ്, ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അബ്ദുൾ നാസർ നമ്മളോടൊപ്പം ഉണ്ടാകും. ഫുട്ബോൾ പരിശീലകനും കമന്റേറ്ററുമായ ശ്രീ എബിൻ റോസും ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ്, അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ നമ്മളോടൊപ്പം ചേരുന്നു. അനിൽ വാസുദേവ് നമ്മളോടൊപ്പം ഉണ്ട്. അനിൽ, നമുക്ക് അനിൽ വാസുദേവിലേക്ക് വരുന്നതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ, അതായത് മെസ്സി കേരളത്തിലേക്ക് വരുന്നുണ്ടോ, അർജന്റീന ടീം ഇന്ത്യയിൽ കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് TYC സ്പോർട്സിലെ അർജന്റീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലിലെ ജേർണലിസ്റ്റായ ഗാസ്റ്റൻ എഡുൽ പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. സ്പാനിഷിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ അനിൽ നമ്മളോടൊപ്പം ചേരും അതിന്റെ വിശദാംശങ്ങളുമായി. También confirmamos los amistosos de Argentina para octubre y noviembre. Ya tienen firmado y ya está confirmado que en octubre Argentina va a viajar a China y va a jugar 2 partidos. Uno contra la selección de China y otro contra una selección sin confirmar que puede ser Rusia, Corea o Japón. Y en noviembre también se confirma que Argentina viaja a África. Va a jugar contra la selección de Angola en Angola y desde ahí se va a Doha, Qatar, donde fue campeona del mundo con rival a confirmar, pero está la chance concreta de que sea contra Estados Unidos. പ്രേക്ഷകർക്ക് എന്നതുപോലെ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്നതല്ല. സ്പാനിഷ് ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ TYC സ്പോർട്സിലെ ജേർണലിസ്റ്റായ ഗാസ്റ്റൻ എഡുൽ പറഞ്ഞത് ഞാൻ ഇവിടെ പ്രേക്ഷകരെ കാണിക്കാൻ കാരണം, അതിൻ്റെ അർത്ഥം എന്താണ്, എങ്ങനെയാണ് ഈ മെസ്സിയുടെയും അർജന്റീന ടീമിൻ്റെയും കേരളത്തിലെ വരവുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ രൂപപ്പെട്ടത് എന്നതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അനിൽ, ഇപ്പോൾ TYC സ്പോർട്സിലെ ജേർണലിസ്റ്റായ ഗാസ്റ്റൻ എഡുൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നടക്കുന്ന വിവാദത്തിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ് ഒബീഷ്ണൻ. ആദ്യം തന്നെ ഈ ഗാസ്റ്റൻ എഡ്യൂളിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു തുടങ്ങണം. കാരണം ഗാസ്റ്റൻ എഡ്യൂൾ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് എത്ര കണ്ട ആധികാരികമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് പറയണമെങ്കിൽ അദ്ദേഹവും അർജന്റീനൻ ടീമും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അർജന്റീന കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് ജയിച്ച ശേഷം ആദ്യമായി ആ മത്സരത്തിൻ്റെ പ്രസൻറ്റേഷന് ശേഷം ആദ്യമായി ചെല്ലുന്നത് ഈ TYC സ്പോർട്സിന് മുന്നിലാണ്, ഗാസ്റ്റൻ എഡ്യൂളിന് മുന്നിലാണ്. അതിനുശേഷം പല സംഭവങ്ങളും ഉണ്ടായി. അർജന്റീനയുടെ കോച്ച് ലിയോണൽ സ്കലോണിയെ സംബന്ധിച്ച് അദ്ദേഹം ടീം മാറുന്നു തുടങ്ങിയ പല ഊഹാപോഹങ്ങളൊക്കെ തന്നെ വന്നപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിശ്വസനീയമായ വാർത്തകൾ നൽകിയിട്ടുള്ള ആളാണ് ഗാസ്റ്റൻ എഡ്യൂൾ. ഒപ്പം തന്നെ അദ്ദേഹത്തിന് തന്നെ ആധികാരിക കൊടുക്കുന്നത് മറ്റാരുമല്ല, അർജന്റീന ടീമിലെ താരങ്ങൾ തന്നെയാണ്. റോഡ്രിഗോ ഡീപോൾ, അർജന്റീനയുടെ മിഡ്ഫീൽഡർ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ എന്തിനാണ് വ്യാജ വാർത്തകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റു വാർത്തകളിലേക്കൊക്കെ പോകുന്നു, നിങ്ങൾ ഗാസ്റ്റൻ എഡ്യൂളിനെ കണ്ടുപിടിക്കൂ, അദ്ദേഹം നൽകുന്നത് കണ്ടില്ലേ ഏറ്റവും വിശ്വസനീയമായ വാർത്തകൾ, അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ വിളിച്ചു ചോദിക്കാനുള്ള മര്യാദ അദ്ദേഹം കാണിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഗാസ്റ്റൻ എഡ്യൂൾ പറയുന്നത്. അപ്പോൾ ഗാസ്റ്റൻ എഡ്യൂൾ പറഞ്ഞത് ഇപ്രകാരമാണ്. 2 വീഡിയോകളാണ് ഗാസ്റ്റൻ എഡ്യൂൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടത്. ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത് അത് ഒക്ടോബറിൽ അർജന്റീന ചൈനയിൽ പര്യടനം നടത്തും, അവിടെ 2 മത്സരങ്ങൾ കളിക്കും. തൊട്ട് പിന്നാലെ രണ്ടാമതൊരു വീഡിയോ വരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് നവംബർ ഇന്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങളെക്കുറിച്ചാണ്. ആദ്യം അർജന്റീന കളിക്കുന്നത് അങ്കോളയ്ക്കെതിരെയാണ്, ആഫ്രിക്കയിലാണ്. അങ്കോളയിൽ അവരുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. രണ്ടാമത്തെ മത്സരമാണ് കൂടുതൽ എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞാണ് ഗാസ്റ്റൻ എഡ്യൂൾ പറയുന്നത്. അതായത് അർജന്റീനൻ ടീം വിശ്വ ചാമ്പ്യന്മാരായ ഖത്തറിലേക്ക്, ആ അറബി നാട്ടിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു എന്നാണ് ഗാസ്റ്റൻ എഡ്യൂൾ പറഞ്ഞത്. ആ മത്സരം അമേരിക്കക്കെതിരെയായിരിക്കും എന്നും പറയുന്നു. അങ്ങനെയാണ് ഗാസ്റ്റൻ എഡ്യൂളിന് പോകുന്നത്. ഈ വാക്കുകൾ ഒരുപക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, കേരള ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. കാരണം ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇവിടേക്ക് അർജന്റീനയും മെസ്സിയും വരുമോ എന്നെന്ന് നമ്മളോട് നമ്മുടെ കായിക മന്ത്രി പറഞ്ഞിരുന്നത്, സർക്കാർ പറഞ്ഞത്. നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഒപ്പം തന്നെ സമീപകാലത്ത് വലിയ തിരിച്ചടികളും ഇക്കാര്യത്തിൽ ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും HSBC എന്ന് പറയുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ അർജന്റീനയുടെ സ്പോൺസർമാർ കൂടി ഇത് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അതിന് മേലൊക്കെ തന്നെ തീ കോരിയിടുന്ന തരത്തിൽ അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാവുന്ന വാക്കുകളാണ് ഗാസ്റ്റൻ എഡ്യൂളിൽ നിന്നുണ്ടായത്. ശരി അനിൽ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം അനിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 20 നവംബർ 2024 കായിക മന്ത്രി V അബ്ദുറഹ്മാൻ കേരളത്തിൽ പറയുന്നത്
മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ മാച്ച് കളിക്കാൻ പോകുന്നു. കേരളത്തെ സംബന്ധിച്ച് മെസ്സിക്ക് ഏറ്റവും അധികം ആരാധകരുള്ളതാണ്. കഴിഞ്ഞ തവണ ലോക ചാമ്പ്യന്മാരായ അർജന്റീന മാറിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആരാധകരുടെ പിന്തുണയ്ക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നന്ദി അറിയിച്ച അനുഭവം നമുക്കുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നു, മന്ത്രി പറയുന്നു. അതിനുശേഷം അദ്ദേഹം അത് പലയിടങ്ങളിലും ആവർത്തിക്കുന്നു. ഇപ്പോൾ ഗാസ്റ്റൺ എഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് 3 മത്സരങ്ങൾ, അതായത് ഒക്ടോബർ മാസത്തിൽ ചൈനയിൽ, നവംബറിൽ അങ്കോളയിലും ഖത്തറിലുമായിരിക്കും ഈ മത്സരങ്ങൾ എന്നാണ്. പക്ഷേ ഇപ്പോഴും സംസ്ഥാന കായിക മന്ത്രി പറയുന്നത് കേരളത്തിലേക്ക് മെസ്സി വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട, അടുത്തയാഴ്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാകും. ഇതിലെ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുന്നത് ഔദ്യോഗികമായ അറിയിപ്പ് വരാനിരിക്കുന്നു എന്നാണ്. പക്ഷെ ഗാസ്റ്റൺ എഡ്യൂളിനെ പോലെ വിശ്വസനീയമായ ഒരു മാധ്യമ പ്രവർത്തനങ്ങളിൽ നിന്ന്, അതോടൊപ്പം അർജന്റീനയിലെ മാധ്യമങ്ങളിൽ നിന്ന് ഈ കളികൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് പ്രകാരം ഇന്ത്യയിൽ ഒരു മാച്ചും കളിക്കാൻ അർജന്റീന ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പിന് പ്രസക്തിയുണ്ടോ? ആ ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ മാത്രമാണ് ഇപ്പോൾ കേരള സർക്കാരിൻ്റെയും ഇല്ലെങ്കിൽ ഇത് സംബന്ധിച്ച സ്പോൺസർമാർ എന്ന് പറയുന്ന ആളുകളുടെയൊക്കെ തന്നെ ഒരു പിടിവള്ളി എന്നുള്ളത്. നേരത്തെ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് ഗാസ്റ്റൺ എഡ്യൂളിൻ്റെ വാക്കുകൾ തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. കാരണം അർജന്റീനയുടെ ഓരോ പ്ലേയിങ് 11 കുറിച്ചും ഒക്കെ തന്നെ ഗാസ്റ്റൺ എഡ്യൂൾ ഇങ്ങനെ ഓരോ വാർത്ത ഇടുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഘട്ടത്തിൽ പോലും തെറ്റിയിട്ടില്ല. അർജന്റീന ഓരോ മത്സരത്തിന് മുമ്പ് ആരൊക്കെ അർജന്റീനയുടെ പ്ലേയിങ് 11 ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഗാസ്റ്റൺ എഡ്യൂളിനെ ഒരുപക്ഷെ വിശ്വസിക്കാതെ തന്നെ കാരണമാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ പറയുന്നു അന്തിമ തീരുമാനം വരേണ്ടത് AFAയിൽ നിന്നാണ്. അവരുടെ ഔദ്യോഗിക ഷെഡ്യൂൾ വരുമ്പോൾ മാത്രമാണ് എന്നുള്ള ക്ലോസ് നമ്മളും വെക്കുന്നു. അല്ലെങ്കിൽ അത് നമുക്ക് ഇന്ത്യക്ക് അനുകൂലമാവട്ടെ, കേരളത്തിലേക്ക് വരട്ടെ എന്നുള്ള ആശംസ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയോടുകൂടി തന്നെയാണ് നമ്മളും ഇരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ സർക്കാർ ഇക്കാര്യത്തിൽ പല കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ട്. ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക രേഖ ഇടുന്നില്ല. അർജന്റീനയുടെ പ്രതിനിധികളെ കണ്ടു എന്ന് പറയുന്നു. പക്ഷെ അത് പോയി കണ്ടത് സ്പെയിനിലാണ്, അവിടുത്തെ റീജിയണൽ ഓഫീസിലാണ് പോയി കണ്ടത് എന്ന് പറയുന്ന അർജന്റീനയുടെ പ്രസിഡന്റ്, AFAയുടെ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയോ അടക്കമുള്ള ആരെയും കണ്ടതായിട്ടും അത്തരത്തിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഒരു രേഖ പോലും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഒപ്പുവെച്ചിരിക്കുന്ന ധാരണാപത്രത്തിന്റെ കാര്യമാണല്ലോ. 45 ദിവസത്തിനകം 50% തുക നൽകിക്കൊള്ളാം എന്നുള്ളതായിരുന്നു ആ കരാറിലെ ഒരു വ്യവസ്ഥ. അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും എന്നാൽ അവസാന ഘട്ടത്തിൽ പ്രതിസന്ധിയിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ അവരും നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്? മാത്രമല്ല ഇതിൽ ആദ്യത്തെ സ്പോൺസർമാരായി എത്തിയിരുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആയിരുന്നല്ലോ. അവർ പിന്നീട് ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണ്? ഇനിയും മെസ്സി വരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആവർത്തിക്കുന്നതിന് പിന്നിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ? അതോ മെസ്സിയുടെ വരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണോ? ആ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അനിശ്ചിതത്വത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അർജന്റീനയെ പോലെ ലോക ചാമ്പ്യന്മാരായ ലോക 1ാം നമ്പർ ടീമിനെ എത്തിക്കണമെങ്കിൽ ചില്ലറ പൈസ പോരാ എന്നുള്ളത് തന്നെയാണ്. അർജന്റീന ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് 100 കോടിയാണ്. ഒരുപക്ഷെ അർജന്റീന ആദ്യം ഈ കാര്യം മുന്നോട്ട് വയ്ക്കുന്നത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനോടാണ്. പക്ഷേ ഇത്രയും വലിയൊരു തുക നൽകാൻ സാധിക്കുന്നില്ല എന്നത് പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ മലയാളിയായ ജനറൽ സെക്രട്ടറി ഉള്ള ഘട്ടത്തിലാണ് ഇത് പറയുന്നത്. അന്ന് നമ്മുടെ സർക്കാർ വലിയ രീതിയിൽ ഇത്രയും തുക കൊണ്ടുവരാൻ പറ്റില്ലേ എന്ന തരത്തിൽ പരിഹാസ രൂപേണ പറഞ്ഞാണ് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. പക്ഷേ അതേ പ്രതിസന്ധി തന്നെയാണ് നമ്മുടെ സർക്കാരിനും ഉണ്ടാകുന്നത്. തക്ക തുക കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പിന്നാലെ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് പിന്മാറുന്നു. അതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടർ TV ബന്ധപ്പെട്ട ആളുകൾ അതിനെ സമീപിക്കുന്നത്. ഇപ്പോഴും അവർ തമ്മിൽ ചില ധാരണകൾ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ അത്തരം കരാറുകൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതൊന്നും തന്നെ പൊതുമത്തത്തിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാത്തിരിക്കുന്ന ആരാധകർക്ക് മുന്നിൽ ഒന്നും കൊടുക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഏതായാലും നമുക്കിനി അതിഥികളിലേക്ക് പോകാം. ഫുട്ബോൾ പരിശീലനം കമന്റേറ്ററുമായി എബിൻ റോസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അബ്ദുൾ നാസർ നമ്മളോടൊപ്പം ഉണ്ട് അതിഥിയായി. കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് VR. അനൂപ്, പുറമെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് U. ഷറഫ് അലി എന്നിവരാണ് അതിഥികളായിട്ടുള്ളത്. അനിൽ വാസുദേവ് ആയിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമുക്ക് ഇതുവരെ വിവരങ്ങൾ നൽകിയിരുന്നത്. ശ്രീ U. ഷറഫ് അലി, മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കൗൺസിലിന് എന്തെല്ലാം വിവരങ്ങളുണ്ട്? സ്പോർട്സ് കൗൺസിലിനുള്ള വിവരങ്ങൾ സർക്കാർ അർജന്റീനൻ ഫുട്ബോൾ അതോറിറ്റിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് സ്പോൺസർഷിപ്പോട് കൂടി അർജന്റീന ടീം കേരളത്തിൽ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് സ്പോർട്സ് കൗൺസിലിന്റെ വിശ്വാസം. അതനുസരിച്ച് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ റിപ്പോർട്ടർ
MD അതുപോലെ തന്നെ ബഹുമാന്യ മിനിസ്റ്ററും സൂചിപ്പിച്ചതാണ്. ഇതുവരെ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീരെ ആശങ്കയ്ക്ക് വകയില്ല. അടുത്ത ആഴ്ചയോട് കൂടി കൂടുതൽ പിക്ചർ ക്ലിയർ ആവും. ശരി ശ്രീ ഷറഫ് അലി, ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ. അതായത് കഴിഞ്ഞ വർഷം നവംബർ 20 കായിക മന്ത്രി പറഞ്ഞത് ഈ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് 1.5 മാസത്തിനുള്ളിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികൾ കേരളത്തിൽ സന്ദർശനം നടത്തുമെന്നാണ്. അങ്ങനെ ഒരു സന്ദർശനം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. 45 ദിവസത്തിനകം 50% തുക നൽകണമെന്നത് ഇവരുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായുള്ള ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ്. ഇതുവരെ ഒരു തുകയും ലഭിച്ചിട്ടില്ല എന്നതിൽ 3 റിമൈൻഡറുകളാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അയച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇവിടെ വന്നാൽ എവിടെ കളിക്കും, ഏത് ഗ്രൗണ്ടാണ് അവർക്ക് അനുകൂലമായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകളുണ്ട്. ഇനി കുറച്ചു തുകയെ കൊടുക്കാനുള്ളൂ എന്ന് സ്പോൺസർമാരായ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുമ്പോൾ എത്ര തുക കൊടുത്തു എന്ന ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല. ഇത്രയും അധികം ചോദ്യങ്ങൾ സംശയരൂപത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് മെസ്സിയുടെ വരവ് ഇനിയും ഉറപ്പാണ് എന്ന് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് പറയാൻ കഴിയുക? 2 കാര്യങ്ങളാണ്. ഒന്ന്, അർജന്റീന ഔദ്യോഗികമായിട്ട് കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് ഇതേവരെ അറിയിച്ചിട്ടില്ല. 1. 2, ഇത് ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്ത ബഹുമാന്യ കായിക വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് അർജന്റീനയുടെ വരവ് സംബന്ധിച്ച് യാതൊരു ആശങ്കയ്ക്കും വകയില്ല. അടുത്തതായിട്ട് ഇതിന്റെ മുഖ്യ സ്പോൺസർമാരായ റിപ്പോർട്ടർ കമ്പനിയുടെ MD ഇന്നലെ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചതാണ്, ചെറിയ കാലതാമസങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ ഇതിന്റെ പ്രോസസ്സിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു തുക ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഫോർമാലിറ്റീസ് കുറെ ഉണ്ട്. അത് ഓരോന്നായിട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയോട് കൂടി ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടും. എന്ന് വരും, എങ്ങനെ വരും, എവിടെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് അവസ്ഥ. അല്ല, എന്ന് വരും എന്ന കാര്യത്തിലാണോ എന്ന കാര്യത്തിലും സംശയമാണോ? അതായത് ഒക്ടോബർ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഒക്ടോബറിൽ ചൈനയിൽ ഒരു കളിയുണ്ട്, നവംബറിൽ അങ്കോളയിലും ഖത്തറിലും. കേരളത്തിലോ ഇന്ത്യയെ കുറിച്ചിട്ട് ഒരു പരാമർശവും എവിടെയും ഇല്ല. ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ള ശരിയാണ്, പക്ഷേ അർജന്റീനയിലെ മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. ആയിരിക്കാം. ഒക്ടോബർ, നവംബർ എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു മാസത്തെ 30 ദിവസങ്ങളുണ്ടല്ലോ. അങ്കോളയിലോ ചൈനയിലോ ഒക്കെ ഒരു മാച്ച് കൊടുത്താൽ തന്നെ ഒരാഴ്ച മതിയല്ലോ കേരളത്തിലെ സന്ദർശനത്തിന്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് മുഖ്യ സ്പോൺസർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ബാങ്കിന്റെ അനുമതികളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഇനി ഫണ്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതോടുകൂടി അടുത്ത ക്ലിയർ പിക്ചർ ആവും. അനൗൺസ്മെന്റ്, ഒരു ജോയിന്റ് അനൗൺസ്മെന്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അപ്പോൾ അതിനു മുൻപ് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികൾ സന്ദർശനം നടത്തും എന്നൊക്കെ മന്ത്രി പറഞ്ഞതോ? തീർച്ചയായിട്ടും അതിന്റെ അഡ്വാൻസ് പേയ്മെന്റ് നൽകുന്നതോട് കൂടി അർജന്റീന പ്രതിനിധികൾ ഉൾപ്പെടെ ഒരു ജോയിന്റ് പ്രസ് മീറ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് എന്റെ സംശയം, ഒരു അപ്പിയറൻസ് ഫീസായിട്ട് 80 കോടി രൂപ നൽകേണ്ടതായിരുന്നു. ഇതിൽ എത്ര കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം, അതായത് ഇതെല്ലാം സ്പോൺസർമാരെ വിശ്വസിച്ചിട്ടാണല്ലോ സംസ്ഥാന സർക്കാർ കേരളത്തിലെ പൊതുജനങ്ങളോട് ഇതിലൊരു ഉറപ്പ് നൽകിയത്. അപ്പോൾ സ്പോൺസർമാർ എത്ര രൂപ കൊടുത്തിട്ടുണ്ട്, ബാക്കി തുക കൊടുക്കുന്നതിൽ എന്താണ് അവർക്ക് തടസ്സം? ഈ കാര്യങ്ങൾ സ്വാഭാവികമായും സർക്കാർ അന്വേഷിക്കേണ്ടതാണല്ലോ. അതുണ്ടായിട്ടുണ്ടോ? അതിന്റെ കണക്കോ വിവരങ്ങളോ സ്പോർട്സ് കൗൺസിലിനുണ്ടോ? ഇല്ല, സ്പോർട്സ് കൗൺസിലിന്റെ കയ്യിൽ അത്തരത്തിലുള്ള കണക്കില്ല. എന്നാൽ സ്പോൺസർ ഇതിന്റെ സാമ്പത്തികമായ എല്ലാ ചുമതലകളും വഹിക്കേണ്ടത് സ്പോൺസർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം കേരളത്തിലേക്ക് സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്യുന്നത് മുഖ്യ സ്പോൺസർമാർ തന്നെ. അതുകൊണ്ട് തന്നെ അവർ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഉറപ്പ് നമുക്ക് മുഖവിലേക്ക് എടുക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി ഷറഫ് അലി, നമുക്ക് ഈ ചർച്ചയുടെ അടുത്ത ഭാഗങ്ങളിൽ ഞാൻ താങ്കളിലേക്ക് വരും. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ അബ്ദുൽ നാസർ, ഇതിൽ ആദ്യത്തെ സ്പോൺസർമാരായി വന്നിരുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ആയിരുന്നല്ലോ. മെസ്സിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഒരു വ്യാപാരമേള സംഘടിപ്പിച്ച് പണം സമാഹരിക്കാമെന്ന ഒരു ധാരണയും ആ തരത്തിലൊരു ആലോചനയും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നല്ലോ. നിങ്ങളിൽ തന്നെ പെട്ട ഒരു വിഭാഗം ഇതിന്റെ പേരിൽ പണം സമാഹരിച്ചു എന്ന് കാണിച്ച് സർക്കാരിന് നിങ്ങൾ പരാതിപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഈ വന്ന വിവരങ്ങളിൽ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത്, വസ്തുത ആയി നിലനിൽക്കുന്നത്? ഇതെല്ലാം വസ്തുതയാണോ?
നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2024 നവംബറിൽ ബഹുമാനപ്പെട്ട കായിക മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു പത്രസമ്മേളനം നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ പത്രസമ്മേളനത്തിൽ സ്വർണ്ണ വ്യാപാര സംഘടനയിലെ ഒരു വിഭാഗം ജസ്റ്റിൻ പാലത്തറയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പത്രസമ്മേളനത്തിൽ മന്ത്രി പറയുന്നുണ്ട് ഇതിൻ്റെ സംഘാടകരും ഇതിൻ്റെ സ്പോൺസർമാരും ഈ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷനാണെന്ന് പറഞ്ഞു. അതങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു. ഇന്നലെയൊക്കെ 2 ദിവസമായി പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നു, ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ പിന്മാറിയത് കൊണ്ടാണ് ലയണൽ മെസ്സി കേരളത്തിൽ വരുന്നത് തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ വരികയുണ്ടായി. ഇതിനകത്ത് ഉള്ള ഒരു ഏറ്റവും വലിയ സത്യാവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ സ്വർണ്ണ വ്യാപാര സംഘടനയിൽ ഒരു ചെറിയ ഭിന്നിപ്പുണ്ടായി കുറേ ആൾക്കാർ ഇതിനകത്തുനിന്ന് പുറത്തു പോവുകയും അവർ വിശ്വാസയോഗ്യതയല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തി സർക്കാരിനെ കുഴപ്പത്തിൽ ചാടിച്ചതായിട്ടാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇവർ ചെന്ന് പറയുന്നു ഞങ്ങൾ മെസ്സി വരുന്നതിനെ സ്പോൺസർ ചെയ്യാമെന്ന് പറയുന്നു, ഗവൺമെൻറ് പറയുന്ന എമൗണ്ട് ഞങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നു, അതിനുവേണ്ടി ഞങ്ങൾ ഒലോപ്പോ എന്നൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, കേരളത്തിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വ്യാപാര മേള നടക്കുമെന്ന് പറയുന്നു, 17.5 കിലോ സ്വർണം സമ്മാനമായി നൽകുമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കായിക മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പത്രസമ്മേളനം നടക്കുന്നു, കേരളത്തിലെ ധനമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ വ്യാപാരമേളയുടെ ഉദ്ഘാടനം നടക്കുന്നു. ഇങ്ങനെ പറഞ്ഞതല്ലാതെ ഒരു പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് നടന്നതായിട്ട് കേരളത്തിലെ പൊതുസമൂഹം കണ്ടിട്ടില്ല. ഇവരിതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള പണം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, വലിയൊരു തോതിൽ കാശ് കളക്ട് ചെയ്തിട്ടുണ്ട്. സ്പോൺസർമാരെ ഇവർ സമീപിച്ചിട്ടുണ്ടോ എന്ന് ഇവരാണ് വ്യക്തമാക്കേണ്ടത്. ഇങ്ങനെ ഉള്ള രീതിയിലുള്ള തട്ടിപ്പ് നടത്തി ധനമന്ത്രിയെയും കായിക മന്ത്രിയെയും സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ജസ്റ്റിൻ പാലത്തറ വിഭാഗം ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ വിട്ടുപോയത്. ഞങ്ങൾ കേരളത്തിൽ കെ സുരേന്ദ്രൻ പ്രസിഡൻ്റായ ഒരു സംഘടനയാണ് നിലനിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇത്തരം ഈ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്പ്ലിറ്റ്, നിങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു വിഭാഗം പണം പിരിച്ചു, അതിൽ നിങ്ങൾ പരാതിപ്പെടുന്നു, നിങ്ങൾ മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അർജന്റീന ടീമിനെ കേരളത്തിൽ കളിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചർച്ചകളിലോ ഏതെങ്കിലും കൂടിയാലോചനകളിലോ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ഭാഗഭാക്കായിട്ടുണ്ടോ? കെ സുരേന്ദ്രൻ പ്രസിഡന്റായ സംഘടന ഇതിൻ്റെ ഒരു ചർച്ചയിലും ഭാഗമായിട്ടില്ല. ജസ്റ്റിൻ പാലത്തറ വിഭാഗമാണ് ഇതിൽ ചർച്ചയ്ക്ക് പോയത്. പക്ഷേ അവിടെ ഒരു ഗവൺമെൻറ്റിന് ഒരു ചെറിയ പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാര്യം ഗവൺമെൻറ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ വലിയ സംഘടനയുടെ പേരിലാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് ഇവരുടെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കേണ്ടതായിരുന്നു. ഇവർക്ക് ഇത് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇവർ പറഞ്ഞ ഇത്രയും രൂപ കളക്ട് ചെയ്ത് തരുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം ഗവൺമെന്റ് ഒരു ഉറപ്പ് വരുത്തേണ്ടതായിരുന്നു. ശ്രീ അബ്ദുൾ നാസർ, ഞാൻ ചോദിക്കുന്നത് ഇതിലെ നിങ്ങളിൽ നിന്ന് പോയ ഒരു വിഭാഗത്തിന്റെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് സംശയമുള്ളൂ, അതോ മെസ്സിയും അർജന്റീന ടീമൊക്കെ കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും ഇതിനെല്ലാം പിന്നിൽ ചില സംശയങ്ങൾ ഉണ്ടെന്നാണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടോ, അതോ നിങ്ങൾ നിന്ന് പോയ ഒരു വിഭാഗത്തിന്റെ ഇടപെടൽ കുറിച്ച് മാത്രമാണോ നിങ്ങൾക്ക് ആക്ഷേപമുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു വിഭാഗം ജസ്റ്റിൻ പാലത്തറ വിഭാഗം ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ലയണൽ മെസ്സിയെ കൊണ്ടുവരുന്നതിൻ്റെ മുഴുവൻ ചെലവും ഞങ്ങൾ വഹിച്ചോളാം എന്ന് പറയുന്നു. അതിൽ നിന്ന് അവർ പിന്മാറി. പക്ഷെ ഗവൺമെന്റ് അവരെ വിശ്വാസത്തിലെടുത്തത് കൊണ്ടാണ് ഗവൺമെന്റിന് ഇങ്ങനെ ഒരു വൈതരണിയിൽ ഏർപ്പെടാൻ സാധിക്കും. അതിനുശേഷമാണ് വേറെ സ്പോൺസർമാരെ കാണാൻ ഗവൺമെന്റ് തന്നെ പോകും. ഞാൻ വരാം. ഫുട്ബോൾ പരിശീലകനും കമ്മ്യൂണിറ്ററുമായ ശ്രീ എബിൻ റോസ് നമ്മളോടൊപ്പമുണ്ട്. ശ്രീ എബിൻ റോസ്, ഈ കേരളത്തിലേക്ക് ലയണൽ മെസ്സിയും അർജന്റീന ടീമും വരാനുള്ള സാധ്യതയുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 മാച്ച് കളിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, എവിടെയായിരിക്കും അത് സാധ്യമാവുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ. താങ്കളുടെ നിരീക്ഷണം എന്താണ്? സാറേ, ഇത് കേൾക്കാൻ വളരെ സന്തോഷം തോന്നുന്നു. വളരെ സന്തോഷം എന്ന് പറയാം. മെസ്സി അർജന്റീന ലോകത്തിലെ 1-ാം നമ്പർ ടീമും 1-ാം നമ്പർ കളിക്കാരനും. അവർ വരുമ്പോൾ ഏത് ഫുട്ബോൾ ആരാധകനാണ് അല്ലെങ്കിൽ പ്രേമിയാണ് സന്തോഷിക്കാത്തത്? പക്ഷേ നമുക്കറിയാം, ഏതൊക്കെ രാജ്യങ്ങൾ വന്നാലും ഏതൊക്കെ ക്ലബ്ബ് വന്നാലും ഇന്നും
അർജന്റീനയും ബ്രസീലിനെയും ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന കേരള ഫുട്ബോൾ ആരാധകർക്ക് ഇതിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ആലോചിക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വായിച്ചായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈസൻസ് ക്രൈറ്റീരിയ കട്ട് ചെയ്ത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പോരായ്മകളെ കുറിച്ച്. അതിന് തൊട്ടു മുമ്പേ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ സെക്രട്ടറി ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ സ്റ്റേഡിയം കളിക്കാൻ യോഗ്യമല്ല, കളിക്കാരുടെ സുരക്ഷിതത്വം, ഒപ്പം തന്നെ ഗാലറിയുടെ ആ ഒരു പ്രകമ്പനം, കാണികൾ ഒരുമിച്ച് ബഹളം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനം കാരണം സ്റ്റേഡിയം പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് കാണികളെ വരെ വെട്ടിച്ചുരുക്കിയത്. അപ്പോൾ ഇത്രയും മോശമായ ഒരു സാഹചര്യത്തിൽ അർജന്റീനയെ പോലൊരു ടീം ഇവിടെ വന്ന് കളിക്കും എന്ന് പറയുന്നത് തന്നെ നമ്മളെപ്പോലുള്ള ഫുട്ബോൾ നിരീക്ഷകർക്ക് തീർച്ചയായിട്ടും സംശയമുളവാക്കുന്ന കാര്യമാണ്. അതുകൂടാതെ നമ്മൾ ഒരു മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് മുമ്പേ 1-2 ആഴ്ച തട്ടിക്കൂട്ട് ക്യാമ്പ് നടത്തിയിട്ടല്ല ഈ പ്രൊഫഷണൽ ടീമുകൾ. ആദ്യം പ്രൊഫഷണലിസം എന്തെന്ന് മനസ്സിലാക്കണം. കാരണം ഒരു കലണ്ടർ നിശ്ചയിക്കുന്നത് ഒരു വർഷം മുമ്പേ അല്ലെങ്കിൽ 6 മാസം മുമ്പേ കലണ്ടർ നിശ്ചയിച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്താണ് ഒരു പ്രൊഫഷണൽ ക്ലബ്ബുകളോ അല്ലെങ്കിൽ ടീമുകളോ ഒക്കെ. നിങ്ങൾ ഒരു ഉദാഹരണം, ഞാൻ മെസ്സി കേരളത്തിൽ കളിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം മെസ്സി ഒരു പ്രൊഫഷണൽ താരമാണ്. അദ്ദേഹം അർജന്റീനയുടെ ചില മത്സരങ്ങളിൽ നിന്ന് പോലും സ്കിപ്പ് ചെയ്ത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, അദ്ദേഹം എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഇപ്പോൾ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അടുത്ത വേൾഡ് കപ്പ് അമേരിക്കയിലാണ്. ആ വേൾഡ് കപ്പിൽ കളിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ മെസ്സി അമേരിക്കയിൽ ക്ലബ്ബ് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ച് നോക്കുക, അവർ കൃത്യമായ പ്രൊഫഷണലുകളാണ്. അപ്പോൾ ഈ പ്രൊഫഷണൽ നമ്മളെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യയിലെ ഒരു സ്റ്റേഡിയം പോലും ഒരു ഇൻ്റർനാഷണൽ റാങ്കിങ്ങിനകത്ത് 1-ാം നമ്പർ റാങ്കിങ്ങുള്ള ഒരു രാജ്യം, ആ രാജ്യം വന്ന് കളിക്കാൻ ഒരിക്കലും യോഗ്യമായ ഒരു സ്റ്റേഡിയവും ഇൻഫ്രാസ്ട്രക്ചറോ ഇവിടെ ഇല്ല. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, എതിരെ കളിക്കുന്ന ഏത് ടീമെന്ന് ഇതുവരെയ്ക്കും നിശ്ചയിച്ചിട്ടില്ല. അത് തന്നെ റാങ്കിങ്ങിനകത്ത് ഏറെ മുന്നിലുള്ള രാജ്യങ്ങളാണ്. ഇതൊക്കെ ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ കലണ്ടർ ഇയർ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ ടീം വരുന്നതെന്ന് തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ഫുട്ബോളിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും സംശയമുണ്ട്. കാരണം ഇതിനൊരു രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ ഫുട്ബോളിന് ഉപയോഗിക്കരുത്. ദയവ് ഇതൊരു റിക്വസ്റ്റാണ്. കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആഹ്ലാദിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. പക്ഷെ ഞങ്ങളെയൊക്കെ കൊതിപ്പിച്ചിട്ട് വിഷമിപ്പിക്കരുത്. ഇത് മാത്രമേ പറയാനുള്ളൂ. അല്ല, ഇത് മാത്രം എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നത് ഇവിടെ ഒരു പ്രൊഫഷണൽ ടീമിന് വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു അടിസ്ഥാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മെസ്സിയോ അല്ലെങ്കിൽ അർജന്റീന ടീമോ കേരളത്തിൽ വന്ന് കളിക്കും. ഇനിയിപ്പോൾ എന്തൊക്കെ കോൺട്രാക്ട് ഉണ്ടാക്കിയാലും അത് സാധ്യമാകില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? അതായത് അത് നടക്കാൻ പോകുന്നില്ല എന്നാണോ കരുതുന്നത്? സർ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഒരു മത്സരത്തിന് മുമ്പേ 1-2 ആഴ്ച തട്ടിക്കൂട്ടി രാഷ്ട്രീയക്കാർ പറയുന്നതും സ്പോൺസേഴ്സ് പറയുന്നതും അല്ലെങ്കിൽ നമുക്ക് സ്വാധീനമുള്ള ആൾക്കാരും ഒക്കെ സെലക്ട് ചെയ്യുന്ന ഒരു ടീമായിരിക്കും പോവുക. പലപ്പോഴും അങ്ങനെ നമ്മൾ പല ആരോപണങ്ങളും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അവരൊക്കെ പക്ക പ്രൊഫഷണലാണ്. ഫിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡ് ഐക്യരാഷ്ട്ര സംഘടനയേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ, അതായത് ഐക്യരാഷ്ട്ര സംഘടന 175ഓളം രാജ്യങ്ങളുള്ളപ്പോൾ ഫുട്ബോൾ 225 രാജ്യങ്ങളുണ്ട്. അപ്പോൾ എത്രത്തോളം വലിയൊരു സംഘടനയാണ്. ആ സംഘടനയുടെ പ്രൊഫഷണലിസം ഇന്ന് ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിന് 100-ാം റാങ്കിനകത്ത് പോലും എത്താൻ സാധിക്കാത്ത തരത്തിൽ വളരെ ഹയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു സിസ്റ്റം വളരെ ക്ലിയർ കട്ടാണ്, വളരെ പ്രൊഫഷണൽ. നമ്മൾ ഇന്നും പ്രൊഫഷണലിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നല്ലാതെ ഇന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീമുകളെ പ്രൊമോട്ട് ചെയ്യണം, സർക്കാർ ജോലി കൊടുക്കണം, അതിനപ്പുറം പ്രൊഫഷണലുകളായാൽ എന്തൊക്കെ ഗുണം കിട്ടും എന്ന് ഒരു അവയർനെസ് വരുത്തിക്കൊണ്ട് കായിക താരങ്ങളെ അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാത്ത, അതുപോലെ തന്നെ അവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കാത്ത, നേരെ ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത സ്ഥലത്ത് വന്ന് കളിക്കുക. ഇപ്പം ഞാൻ അതാണ് ആദ്യമായിട്ട് പറഞ്ഞത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈസൻസ് ക്രൈറ്റീരിയ കട്ട് ചെയ്യപ്പെട്ടു. അത് നമ്മൾ ഇന്നലെ പത്രത്തിൽ വായിച്ചാണ്. ഇന്നലത്തെ വലിയ ന്യൂസാണ്. സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് വലിയ ഡിസ്കഷൻ നടക്കുന്നു. ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ടീമിന് കളിക്കാൻ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ലൈസൻസ് ക്രൈറ്റീരിയ കട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് അർജന്റീന പോലെ ലോകത്തിലെ നമ്പർ 1 കളിക്കാരനെ മെസ്സി ഇവിടെ നിന്ന് കളിക്കും? ഇതാണ് എൻ്റെ ചോദ്യം. ശരി, കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട് അഡ്വക്കേറ്റ് VR അനൂപ്. ഇതിനകത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് പറയാനുള്ള ഒരു ന്യായം, ഞങ്ങൾ സ്പോൺസർമാരെ വിശ്വസിച്ചു, അവർ പറഞ്ഞ ഉറപ്പനുസരിച്ചാണ് മെസ്സി വരുമെന്ന പ്രഖ്യാപനം നടത്തിയതെന്നാണ്. ഇപ്പോഴും ആ സ്പോൺസർമാർ പറയുന്നത് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുമെന്നാണ്. അവർക്ക് സ്വന്തമായ ടെലിവിഷൻ ചാനലുണ്ട്. ആ ചാനലിലൂടെ അവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, മെസ്സി വരും, ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ്. ഈ സ്പോൺസർമാരെ വിശ്വസിച്ചുകൊണ്ടാണ് വീണ്ടും കായിക മന്ത്രി പറഞ്ഞിരിക്കുന്നത് ചെറിയ സാങ്കേതിക തടസ്സങ്ങളാണ്. ഇപ്പോൾ RBIയുടെ ചില ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളുണ്ടായി. അടുത്തയാഴ്ചയോട് ഇപ്പോൾ അത് മാറിക്കിട്ടിയിട്ടുണ്ട്. അടുത്തയാഴ്ചയോടുകൂടി ഈ തുക മുഴുവൻ കൈമാറി ഇക്കാര്യത്തിലൊരു വ്യക്തത വരും എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്കറിയാവുന്ന കാര്യം, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കമൻറ്റേറ്റർ ഒക്കെ പറഞ്ഞത്, എബിനൊക്കെ പറഞ്ഞത്, ഇവരൊരു പ്രൊഫഷണൽ ടീമാണ്, ഇതൊരു പ്രൊഫഷണൽ സംവിധാനമാണ്. അപ്പോൾ അവർക്കിടയിൽ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ, ആ വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല
എന്ന പരാതി അവർക്കുണ്ട്. അവർ നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനിടയിൽ വീണ്ടും ഇവിടെ സ്പോൺസർമാർ പറയുന്നത് ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുമെന്നാണ്. സംസ്ഥാന സർക്കാർ പറയുന്നത് സ്പോൺസർമാരെ വിശ്വസിച്ചുകൊണ്ട് മെസ്സിയുടെ വരവ് ഉറപ്പാക്കാൻ കഴിയും എന്നാണ്. ഇന്നലെ പി അബ്ദുറഹ്മാൻ ഇന്നലെയും പറഞ്ഞത് ഇത് തന്നെയാണ്. കോൺഗ്രസ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട്? കേരളത്തിൻ്റെ തന്നെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ മന്ത്രി ആവർത്തിച്ച് പറയുന്നത് എന്താ? സ്പോൺസർമാരെ വിശ്വാസത്തിലെടുക്കുന്നതെന്നാ. അദ്ദേഹത്തിന് അർജൻറ്റീന ടീം വരുമെന്ന് ആധികാരികമായി പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. അദ്ദേഹം അത് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏക പിടിവള്ളി താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പോൺസർമാരെ വിശ്വാസത്തിലെടുക്കുന്നു. പക്ഷേ ഈ സ്പോൺസർമാർ വിശ്വാസത്തിലെടുക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ എന്ത് വിശ്വാസ്യതയാണ് ഈ സ്പോൺസർമാർക്കുള്ളത് എന്നുള്ള പ്രശ്നം അവിടെ അവശേഷിക്കുകയല്ലേ? എന്താണ് ഇവരുടെ പശ്ചാത്തലം? ഒരു കോൺട്രാക്റ്റിൽ രണ്ട് കക്ഷികൾ ഏർപ്പെടുമ്പോൾ തീർച്ചയായും അവരുടെ കപ്പാസിറ്റി പ്രധാനമാണ്. അതുപോലെ തന്നെ ക്രെഡിബിലിറ്റിയും പ്രധാനമാണ്. എന്താണ് ഇവരുടെ വിശ്വാസ്യത എന്ന് പറയുന്നത്? ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ, ഒരു മുട്ടിൽ മരമുറി കേസ് പോലെ ഇങ്ങനെ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ, മാംഗോ ഫോൺ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് അവതരിപ്പിച്ച് മാംഗോ ഫോൺ അത് പറഞ്ഞ ആളുകൾക്ക് കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് എങ്ങനെയാണ് മെസ്സിയെ കൊണ്ടുവരാൻ കഴിയുന്നത്? അർജൻറ്റീന ടീമിനെ വരുമെന്ന് പറയുമ്പോൾ ഇവിടെ അർജൻറ്റീനയ്ക്ക് ഒരുപാട് ആരാധകരുള്ള സ്ഥലമാണ്. മെസ്സിയെ മെസ്സിഹായി കരുതുന്ന ആളുകൾ ഇവിടെയുണ്ട്. പക്ഷേ ഇത്തരം ആളുകളുടെ ആരാധന, അതിനോടുള്ള താല്പര്യം മുതലെടുത്തുകൊണ്ട് വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്താനുള്ളൊരു അവസരം സർക്കാർ ഒരുക്കുകയാണ്. ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളുമായി കൂട്ടുചേർന്നുകൊണ്ട് സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു. കേരളം എന്നൊരു ബ്രാൻഡിൻ്റെ തന്നെ ക്രെഡിബിലിറ്റി പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ പോലും സർക്കാർ പറയുന്നു, സ്പോർട്സ് കൗൺസിൽ പറയുന്നു, ഞങ്ങൾക്കിതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല, ഞങ്ങൾക്കിതിനെക്കുറിച്ച് അറിയില്ല. ഏക കാര്യം ആവർത്തിച്ച് പറയാൻ കഴിയുന്നത് എന്താ? സ്പോൺസർമാരെ വിശ്വാസത്തിലെടുക്കുന്നു. വിശ്വാസത്തിലെടുക്കുന്ന സ്പോൺസർമാർക്കാകട്ടെ ഇല്ലാത്തത് വിശ്വാസ്യതയാണ്. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത്. ആദ്യം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു. ഇവിടെ ചില ആളുകൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു, അതിൻ്റെ ആദ്യത്തെ സ്പോൺസർ അങ്ങനെ ഒഴിവാകുന്നു. പിന്നെ വരുന്ന ആളുകൾ അതിലും വലിയ തട്ടിപ്പുകാരാ. ഇവിടെ ഇത് കേവലം ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ പ്രശ്നമല്ല. സർക്കാർ തന്നെ നേരിട്ട് ഒരു തട്ടിപ്പിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഇത്തരം ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചില്ലെങ്കിൽ നാളുകളിൽ കേരളത്തിന് ഇത്തരം സംരംഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള വിശ്വാസ്യതയെ അത് ബാധിക്കും. അപ്പോൾ ഇതൊരു വിശ്വാസ്യത നഷ്ടത്തിൻ്റെ പ്രശ്നമാണ്, തട്ടിപ്പിന് കളമൊരുങ്ങുന്നതിൻ്റെ പ്രശ്നമാണ്. ഇതിനകത്ത് ഇടപെട്ട ആളുകളുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. സർക്കാർ എന്തിനു വേണ്ടിയാണ് ഇത്തരം തട്ടിപ്പ് സംഘത്തിൻ്റെ തട്ടിപ്പിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ള വളരെ കൃത്യമായ ചോദ്യമാണ് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചോദിക്കാനുള്ളത്. അല്ല അനൂപ്, ഇതിനകത്ത് ഒരു പ്രശ്നം, ഇപ്പോൾ ഒരു കരാർ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതായത് ഈ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പോലെയുള്ള ക്രെഡിബിളായ ഒരു സംവിധാനവുമായി ഒരു കരാർ ഉണ്ടാക്കുന്നു. ആ കരാറിൽ ഈ സ്പോൺസർ ഉറപ്പ് നൽകുന്നു, ഇത്ര തുക ഇത്ര സമയത്തിനകത്ത് നൽകാം, കരാർ പ്രകാരം 3 മാച്ചുകൾ ഇവിടെ കളിക്കാനെത്താം. ഈ കരാറിനെ വിശ്വസിക്കുകയല്ലേ സാധാരണ നിലയിൽ ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുക? അതല്ലെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ളൊരു ഇടപെടൽ വേണമായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്? ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ്റെ ഒരു വിഭാഗം ആദ്യം ഇതിന് തയ്യാറെടുത്തു. അവർക്ക് ഇത്രയും പണം സ്വരൂപിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് അവർ ആ കരാറിൽ നിന്ന് പിന്മാറി. പുതിയൊരു സ്പോൺസർ വരുന്നു, ഒരു കരാറിൽ ഏർപ്പെടുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന്, കായിക വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന ഒരു മിനിമം പരിപാടി അതിന് വിശ്വസിക്കുക എന്നതല്ലേ? ഇനി അത് സംഭവിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സ്പോൺസർമാരെ സർക്കാർ കൈകാര്യം ചെയ്യേണ്ടത്? അല്ല, ഇത്തരം ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ സർക്കാരിന് മുന്നിൽ സ്വാഭാവികമായി ഒരു സർക്കാർ ചെയ്യേണ്ട, ഒരു സർക്കാർ പരിഗണിക്കേണ്ട, സർക്കാർ കണക്കിലെടുക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഒന്ന് കപ്പാസിറ്റിയാണ്. ഇത്തരം ഒരു വലിയ ഇവൻ്റ്, ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണലായ ഒന്ന് സംഘടിപ്പിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ എന്നുള്ളതാണ്. 2 ക്രെഡിബിലിറ്റി. ഇത് രണ്ടുമില്ലാത്ത ഒരു സ്ഥാപനത്തെ ഇതങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. മുമ്പ് അവർക്ക് പരിചയമില്ല, കപ്പാസിറ്റി ഇല്ല, മുമ്പ് അവർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, പിന്നെ അവരെ സംബന്ധിച്ച് ക്രെഡിബിലിറ്റി ഇല്ല. അപ്പോൾ ഇതിങ്ങനെ സർക്കാരിൻ്റെ തന്നെ പരാജയമല്ലേ? ഇതുപോലൊരു പരിപാടി നടത്തുമ്പോൾ സർക്കാർ സ്വാഭാവികമായി ചെയ്യേണ്ട ഹോംവർക്കില്ലേ? ഇപ്പോൾ സർക്കാർ ഒരു കരാർ ക്ഷണിക്കുമ്പോൾ പോലും നമുക്കറിയാം ആ ഫീൽഡിനകത്ത് അവരുടെ ഏതൊരു കമ്പനിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതുപോലുള്ള സംരംഭങ്ങൾ നടത്തി വിജയിച്ച ആളുകളെയാണ് പരിഗണിക്കുക, അവരുടെ ഫിനാൻഷ്യലായ കപ്പാസിറ്റി. ഇന്ന് ഈ പറയുന്ന റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ തലവൻ പറഞ്ഞത് എന്താ? ഈ വലിയ പൈസ കൊടുത്ത് ഈയുടെ വായിൽ ചെന്ന് ചാടാൻ
ED ഓഫീസിൽ പോകാൻ ഞാൻ തയ്യാറില്ല എന്നാ. അപ്പോൾ EDക്ക് പോലും തൃപ്തികരമായ വിധത്തിലുള്ള ശരിയായ പണം കയ്യിലില്ലാത്ത അതൊരു ക്രിമിനൽ മൂലധനം മാത്രം കൈവശമുള്ള ഒരാളെയാണോ ഇത് ഏൽപ്പിക്കേണ്ടത്? അദ്ദേഹം തന്നെ ഇത് പരസ്യമായി അഡ്മിറ്റ് ചെയ്തതല്ലേ. ഞാൻ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ആ പൈസ ഇവർ പറയുന്ന പൈസ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ED വരുമെന്നാണ് പറയുന്നത്. ED വരാത്ത കൃത്യമായി പണമുള്ള എത്രയോ സംരംഭകരുള്ള എത്രയോ ശതകോടീശ്വരന്മാരുള്ള ഒരു സംസ്ഥാനത്ത് ഇവരെ ഏൽപ്പിക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ശ്രീ ഷറഫ് അലി, സംസ്ഥാന കായിക മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ് പ്രകാരം മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ ഈ വരുന്ന ഒക്ടോബറിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണല്ലോ സ്പോർട്സ് കൗൺസിൽ. എവിടെയാണ് മെസ്സിയുടെ അർജന്റീന ടീം കളിക്കാൻ പോകുന്നത് കേരളത്തിൽ? തീർച്ചയായിട്ടും ആ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമാണ്, ഫുട്ബോൾ പ്രേമിയാണ് ഞാൻ. ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ഒരു ആശങ്കയ്ക്ക് ഒരു വകയില്ല. ഒന്ന്, എബിൻ റോസ് സൂചിപ്പിച്ചു, കേരളത്തിൽ കളിക്കാനുള്ള നിലവാരമുള്ള മൈതാനമില്ല. നമ്മൾ ആലോചിക്കേണ്ടത് അണ്ടർ-17 വേൾഡ് കപ്പ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതേ സ്റ്റേഡിയം ഇന്നും കൊച്ചിയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ചെറിയ മെയിൻ്റനൻസിന്റെ ആവശ്യമുണ്ടാവും. അത് 2-3 മാസം കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരം നടന്നിട്ടുള്ള സ്റ്റേഡിയമാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അവിടെയും ഒരു പക്ഷേ 2-3 മാസത്തെ ഒരു മെയിൻ്റനൻസ് കൊണ്ട് അതും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റേഡിയം ഇല്ല എന്നുള്ള യാതൊരു ആശങ്കയും ആർക്കും വേണ്ട എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അത്തരം കാര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ചുമതല സംസ്ഥാന ഗവൺമെന്റിന് ഉള്ളത് കൊണ്ട് തന്നെ 2-3 മാസം കൊണ്ട് തന്നെ ഒരു സ്റ്റേഡിയത്തിലെ മത്സരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. 2, ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി പറഞ്ഞ പോലെ അവരുടെ അസോസിയേഷൻ സംഘടനമായ പ്രശ്നങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല. അത് അവരായിട്ട് തീർക്കട്ടെ. ഇവിടെ നിലവിലുള്ള സ്പോൺസറുടെ വിശ്വാസ്യതയാണ് പലരും ആശങ്കപ്പെടുന്നത്. അതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ബഹുമാന്യനായ കായിക വകുപ്പ് മന്ത്രി തന്നെ അറിയിക്കുകയുണ്ടായി. വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്നത് കൊണ്ട് തന്നെ സർക്കാരിന് പണമുടക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് സ്പോൺസർ വന്നപ്പോൾ അത് ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. ഇതുവരെ അർജന്റീന ടീം സ്പോൺസറിൽ നിന്ന് എന്തെങ്കിലും പ്രയാസമുള്ളത് കൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. മത്സരം മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ടില്ല. മത്സരം ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബറിൽ വരും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വരില്ല എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. 2, സ്പോൺസർ പത്രസമ്മേളനം നടത്തി എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞതാണ്, ഞങ്ങൾ തന്നെയാണ് സ്പോൺസർ, അതിന്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങൾ അത് പൂർത്തിയാക്കും. ഈ ചെറിയ ഒരു തുകയല്ല ഇത്, അതെല്ലാവരും മനസ്സിലാക്കണം. ഏകദേശം 250 കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് ഓരോന്നും ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുന്ന മുറക്ക്, 1ാം ഘട്ടം പൂർത്തിയാകുന്ന മുറക്ക് അർജന്റീനൻ ടീം അധികാരികളും സർക്കാർ പ്രതിനിധികളും സ്പോൺസർമാരുടെ പ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു ടീം ഒരു ജോയിന്റ് പ്രസ് മീറ്റ് നടത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലക്കും സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി എന്നുള്ള നിലക്കും ഒക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ മത്സരം നടക്കും എന്നുള്ള പൂർണ്ണ ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. അല്ല ശ്രീ ഷറഫ് അലി, അതായത് ഒരു ലോകോത്തര ഫുട്ബോൾ ടീം, അതിലെ ഫുട്ബോൾ ഇതിഹാസമായ മെസ്സി ഉൾപ്പെടുന്ന ഒരു ടീം, അവർ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഒക്ടോബറിൽ, അതായത് ഇതിപ്പോൾ മെയ് മാസമാണ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 4 മാസത്തിനപ്പുറത്ത് അവരുടെ മാച്ച് വരുമ്പോൾ, അപ്പോൾ അതാണ് നേരത്തെ എബിനൊക്കെ പറഞ്ഞത്, ഈ ഇത്തരം പ്രൊഫഷണൽ ടീമുകൾ വളരെ കാലേ കൂട്ടി തന്നെ അവരുടെ വരവ് സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പിക്കുകയും അതിനെ തുടർന്നുണ്ടാകേണ്ട ഈ സംവിധാനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയും അതിനുശേഷം മാത്രം കളിക്കളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഇത്തരം പ്രൊഫഷണൽ ടീമുകളുടെ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സ്പോർട്സ് കൗൺസിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കായിക വകുപ്പോ എവിടെയാണ് ഈ മാച്ചുകൾ നടക്കേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഇവിടെ അതിന് പര്യാപ്തമായിട്ടുള്ള ഗ്രൗണ്ടുകൾ ഉണ്ടെന്നാണ്. നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് ഈ മാച്ചുകൾ വേണ്ടതെന്ന കാര്യം നിശ്ചയിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വളരെ നേരത്തെ തന്നെ നടക്കേണ്ട കാര്യങ്ങളാണെന്നാണ് എബിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. പറഞ്ഞല്ലോ, 2-3 മാസത്തെ സമയം കൊണ്ട് തന്നെ ഈ സ്റ്റേഡിയങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ആശങ്ക ആർക്കും വേണ്ട എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ.
ശരി എബിൻ, കേരളത്തിലെ ഈ രണ്ട് സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ കൊച്ചിയിലെ സ്റ്റേഡിയവും അത് അന്താരാഷ്ട്ര സ്റ്റേഡിയവും, അതുപോലെ കല്ലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയവും, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവുമാണ് പറഞ്ഞത്. 1, 2, 3 മാസത്തെ പണി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അത് പൂർത്തിയായി കഴിഞ്ഞാൽ മെസ്സിക്കും അർജന്റീനൻ ടീമിനും ഇറങ്ങാനുള്ള സ്റ്റേഡിയം തയ്യാറായി കഴിയുമെന്നാണ്. പിന്നെ അപ്പോൾ താങ്കളുടെ സംശയങ്ങളൊക്കെ മാറിയോ എബിൻ? ഒരിക്കലുമില്ല, എനിക്ക് സംശയം കൂടിയിട്ടുള്ളൂ. കാരണം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയമാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം അവിടെ ഫുട്ബോൾ സ്റ്റേഡിയമാണ്, ഫുട്ബോളിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയുള്ള സ്റ്റേഡിയമാണ്. ഈ പറയുന്ന ഗ്രീൻഫീൽഡ് ക്രിക്കറ്റുകാർ ഏറ്റെടുത്തിട്ട് അവരൊരിക്കലും ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കില്ല. കാരണം ഫുട്ബോൾ വളർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം ക്രിക്കറ്റിന് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവരൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകില്ല. അതൊന്ന്. രണ്ടാമത്തത്, സാറ് പറഞ്ഞ പോലെ 2-3 മാസം കൊണ്ട് ആ ഒരു കാലയളവ് നോക്കുക. കാരണം നമ്മൾ ഈ അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ കാര്യം പറഞ്ഞു. അണ്ടർ-17 വേൾഡ് കപ്പ് ആരാണ് പൈസ, ആരാണ് അത് ഇൻവെസ്റ്റ് ചെയ്തതും അത് ആരൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും നമുക്ക് നന്നായിട്ട് അറിയാം. ഫിഫയുടെ ഒരു കോമ്പറ്റീഷനാണ്. ഫിഫ അത് മാത്രമല്ല, ആ ഗ്രൗണ്ട് മാത്രമല്ല, പരിശീലിക്കാൻ പോലും അതേ നിലവാരത്തിലുള്ള ഗ്രൗണ്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്തു. ഇന്ന് ആ ഗ്രൗണ്ടുകൾ ആരാണ് സംരക്ഷിക്കുന്നത്, ആ ഗ്രൗണ്ടുകളുടെ അവസ്ഥ എന്താണ്, അതുകൂടെ ഒന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ബ്ലാസ്റ്റേഴ്സിന് ഞാൻ ഇന്നലത്തെ ന്യൂസാണ് ഞാൻ പറയുന്നത്, ഇന്നലെ വന്ന ന്യൂസാണെന്ന് പറയുന്നത്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ലൈസൻസിങ്, AFCയുടെ ലൈസൻസ്, ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ ലൈസൻസ് ക്രൈറ്റീരിയ അനുസരിച്ച് കലൂർ സ്റ്റേഡിയം കളിക്ക് അനുയോജ്യമല്ല. അവിടെ കുറച്ചുകൂടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. നമുക്ക് ഇത് ഇൻഫർമേഷൻ കൊടുത്തിട്ട് കുറേ കാലമായി. അതായത് AFCയുടെ സെക്രട്ടറി നേരിട്ട് ഇവിടെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇതുവരേക്കും നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ക്ലബ്ബായ കേരളത്തിലെ എല്ലാ ആരാധകരും നമ്മൾ അർജന്റീനയെ പോലെ തന്നെ അതേ ഒരു സ്ഥാനം കൊടുക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് 3 മാസം കൊണ്ട്, ആ 3 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളത് ഗാലറിയുടെ പ്രകമ്പനം. ഗാലറി കുലുങ്ങുന്നു, ഗാലറിയിൽ കാണികളെ കുറയ്ക്കണം, ഗാലറി എങ്ങനെയാണ് ഇതുപോലെ. എനിക്ക് തോന്നുന്നു ഷറഫ് അലി സാർ അടക്കമുള്ള ആൾക്കാർ കളിച്ചപ്പോഴാണ് ഏകദേശം ഗ്രൗണ്ടിൻ്റെ ലൈൻ വരെ ഇരിക്കാൻ അന്ന് ഫിഫ അനുവാദം നൽകിയത്. ആ ഫിഫ അനുവാദം നൽകിയത് ഇന്ത്യയിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണേ, അത് മുന്നോട്ട് വരട്ടെ, എത്രയും കാണികളെ നമ്മൾ നിരാശരാക്കേണ്ട ഒരു ഫൈനൽ മത്സരത്തിന് നമ്മൾ അനുവദിക്കുന്നു. അതിനുശേഷമാണ് സ്ട്രിക്റ്റായിട്ട്, അതായത് ഇന്ത്യൻ ഫുട്ബോളിന് ഇത്രത്തോളം പ്രാപ്തിയുണ്ട്, കാണികളെ വരുത്താൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രൊഫഷണൽ വേയിലോട്ട് കുറേ നിർദ്ദേശങ്ങൾ നൽകുന്ന ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ കുറച്ചധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ വീണ്ടും പറയുന്നത് AFC ഓൾറെഡി ആ ഗ്രൗണ്ടിനെ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ 3 മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന പറയുന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ഷറഫ് അലി സാറ് വളരെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ശുഭാപ്തി വിശ്വാസം ഒന്നുമില്ല. പ്രത്യേകിച്ചും പിച്ച് ഡെവലപ്പ് ചെയ്യണം, ഗാലറി ഡെവലപ്പ് ചെയ്യണം, റൂം ഡെവലപ്പ് ചെയ്യണം, അവരുടെ ഫെസിലിറ്റീസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് ഈ 3 മാസത്തിനകത്ത്, അതായത് ഈ പറഞ്ഞാൽ 4 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ അവരുടെ പ്രതിനിധികളെ ഒന്ന് ഗ്രൗണ്ട് വിസിറ്റ് ചെയ്യണം, സന്ദർശിക്കണം. ഇതുവരെയ്ക്കും ഷറഫ് അലി സാറിന്റെ വാക്കുകളിൽ തന്നെ ഉറപ്പാണ് നമ്മൾ ഇതുവരെയും ഗ്രൗണ്ട് പോലും ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ന്. അപ്പം നമ്മൾ ഏത് ഗ്രൗണ്ടാണ് ശരിയാക്കാൻ പോകുന്നത്? ഈ ക്രിക്കറ്റുകാരെന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ തന്നെ എത്രമാത്രം നമുക്കറിയാം, കലൂർ സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമായിട്ടുള്ള ഒരു പ്രശ്നം ഇതിനു മുമ്പേ ഇവിടെ നടന്നത്. അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് പെട്ടെന്ന് ഇന്റർനാഷണൽ, പിന്നെ കലണ്ടറിലെ ഡേറ്റ്, അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം സംശയമുണ്ട് ഈ കാര്യത്തിൽ. പക്ഷേ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മെസ്സിയും അർജന്റീനയും ഒക്ടോബറിലെ മത്സരം ചൈനയിലാണെന്നും നവംബറിലുള്ള 2 മത്സരം അങ്കോളയും ഖത്തറിലുമാണ് എന്നും അർജന്റീനയിലെ മാധ്യമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. TYC സ്പോർട്സിലെ വളരെയധികം നമ്മൾ എപ്പോഴും ടയർ 1-ൽ, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരം വാർത്തകൾക്ക് ആശ്രയിക്കുന്ന ഗാസ്റ്റൻ എഡുൽ പോലെയുള്ള ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നില്ലല്ലോ എന്ന ഒരു ആശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? അതാണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളെ ഇവിടുത്തെ കായിക മാമാങ്കം എന്ന് പറയുന്നത് 2-3 ആഴ്ച മുമ്പ് തട്ടിക്കൂട്ടുന്ന ഒരു ക്യാമ്പ്, പെട്ടെന്നൊരു ടൂർണമെന്റ് നിശ്ചയിക്കുന്ന അങ്ങ് പോകുന്നു. അതിനപ്പുറം അവിടെ നമ്മുടെ പോലെ അല്ലല്ലോ, ഇതൊരു പ്രൊഫഷണൽ ഫുട്ബോളാണ്. കൊടിയുടെ നിറം കണ്ടിട്ടോ, രാഷ്ട്രീയ സ്വാധീനം കണ്ടിട്ടോ, പൈസയുടെ ഇത് കണ്ടിട്ടോ, പവർ കണ്ടിട്ടോ അല്ല പ്രൊഫഷണൽ ടീമുകൾ അർജന്റീനയെ പോലെയും മെസ്സിയെ പോലുള്ള താരങ്ങൾ വരുന്നത്. കാര്യം അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം എൻ്റെ ചോദ്യം അത് തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ആ ഡ്യൂറേഷൻ ഞാൻ നോക്കാം, സെയിം സമയത്ത് ഓൾറെഡി അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. എനിക്ക് അതിൻ്റെ ഒഫീഷ്യൽ ഇതറിയില്ല, ഞാൻ അത്രത്തോളം എന്താ പറയുക, എനിക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളല്ല. പക്ഷേ എൻ്റെ ചോദ്യം, ഞാനൊരു സാധാരണ ഫുട്ബോൾ പ്രേമി, ഫുട്ബോളിനെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഡ്യൂറേഷനാണ് എന്നെ ചിലപ്പോൾ അടുത്ത വർഷം വന്നിരിക്കാം, അല്ലെങ്കിൽ അതിനടുത്ത വർഷം വന്നിരിക്കാം. പക്ഷേ ഈ പറയുന്ന ഒക്ടോബറിൽ അർജന്റീന മെസ്സി ഇവിടെ വരാൻ ഏതൊരു സാധ്യതയും എന്നെപ്പോലൊരാൾ കാണുന്നില്ല. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, അബ്ദുറഹ്മാൻ എന്ന മന്ത്രിയുടെ ആ ഒരു സ്പിരിറ്റ്,
ആ സ്പിരിറ്റ് ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം ഫുട്ബോൾ നന്നാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളത് സംശയമാണ്. മെസ്സി വരും, മെസ്സി എന്തായാലും വന്നിരിക്കും, ഉറപ്പായും കേരളത്തിലെത്തും എന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും അതിൻ്റെ സാഹചര്യങ്ങളും സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പക്ഷേ ഈ വരുന്ന വിവരങ്ങളൊന്നും തന്നെ അതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നില്ല. എന്നാൽ മെസ്സി വരില്ല എന്ന് തീർത്തു പറയാൻ പറ്റുന്ന ഒരു ഘട്ടം എത്തിയിട്ടുമില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കിടക്കുന്നത്. ശ്രീ VR അനൂപ്, ഇപ്പോൾ കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട് മെസ്സി കേരളത്തിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്ന. കേരളത്തിൽ എത്രയോ ഫുട്ബോൾ പ്രേമികളുണ്ട് അർജന്റീന ടീം കേരളത്തിലെത്തി 2-3 മാച്ച് കളിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ. ഒരു പക്ഷേ മെസ്സിയെ കൊണ്ടുവരാൻ, അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരുടെ മേലാണ്? ഒരു സംശയവുമില്ലല്ലോ, ആർക്കാണ് ഉത്തരവാദിത്വം എന്ന് പകൽ പോലെ വ്യക്തമല്ലേ. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ലക്ഷോപലക്ഷം കേരളീയർ അത് ആഗ്രഹിക്കുന്നു. മെസ്സി വരണം, അർജന്റീന ടീം വരണം, നമ്മളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ബഹുമാന്യനായ സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ, അദ്ദേഹം ഫുട്ബോൾ രക്തത്തിൽ കലർന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിഴലിക്കുന്ന നിസ്സഹായതയാണ്. അദ്ദേഹം പറയുന്നത് എന്താ, അങ്ങനെ വരാനുള്ള ആഗ്രഹം, അദ്ദേഹം പ്രതീക്ഷ, ആശങ്ക വേണ്ട എന്നൊക്കെ പറയുന്നതിനപ്പുറം ആധികാരികമായി ഒന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ അംഗീകരിക്കാം, ഇത്ര വലിയ തുക കൊടുത്ത് സർക്കാരിനത് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ, സ്വകാര്യ സംരംഭകരെ അതിനെ ആശ്രയിക്കുന്നുവെങ്കിൽ അതിൽ ആശ്രയിക്കേണ്ടത് ഇതുപോലെ ഒരാളെയാണോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. കേരളത്തിൽ അത് കൊണ്ടുവരാൻ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, കേരളത്തിൽ എത്രയോ വലിയ സംരംഭകരുണ്ട്, ആഗോളതലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിന് പകരം കേവലം മൊബൈൽ ഫോൺ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിൽ പരസ്യം ചെയ്ത് ഒരുപാട് പേരെ പറ്റിച്ച ഒരാളെയാണ് മെസ്സിയെ കൊണ്ടുവരാനുള്ള ചുമതല സർക്കാർ ഏൽപ്പിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വളരെ വ്യക്തമല്ലേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ സുപ്രധാനമായ ഇൻ്റർനാഷണൽ ആയ ഒരു ഇവൻറ്റ് നാളുകളിൽ കേരളത്തെ ബ്രാൻഡ് ചെയ്യേണ്ട സുപ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ ഇവരെ ഏൽപ്പിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ടെൻഡർ ഒന്നും വിളിച്ചതായി നമ്മുടെ മുമ്പിലില്ല. സർക്കാരിന് എന്താണ് ഇതിൽ താല്പര്യം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അദ്ദേഹം പറയുന്നു 260 കോടി എന്ന് പറയുന്നത് വളരെ വലിയ തുകയാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെ തുക ഇത് ഇവിടെ ആരും ഈ പറയുന്ന അഗസ്റ്റിൻ സഹോദരന്മാരോട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മെസ്സിയെ കൊണ്ടുവരാൻ പറയുന്നില്ലല്ലോ. അതിന് ശേഷിയുള്ള, അതിനുള്ള വളരെ വൈറ്റ് മണിയുള്ള, ED പേടിക്കാത്ത, കൃത്യമായി ചെയ്യാൻ കഴിയുന്ന സംരംഭകർ കേരളത്തിൽ തന്നെയില്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ തട്ടിപ്പിൻ്റെ മാത്രം ഭൂതകാലം മൂലധനമായിട്ടുള്ള ഒരാളെ എന്തിനേൽപ്പിക്കുന്നു? ഇതിന് കേരളത്തിലെ സർക്കാർ വലിയ വില കൊടുക്കേണ്ടി വരും. മെസ്സി ഇവിടെ വന്നില്ലെങ്കിൽ, ഈ ഇവൻ്റ് ഇവിടെ സംഭവിച്ചില്ലെങ്കിൽ, ഈ മാച്ച് ഇവിടെ നടന്നില്ലെങ്കിൽ അത് കേരളത്തിൻ്റെ തന്നെ ആഗോള പ്രതിച്ഛായയെ ബാധിക്കാൻ പോകുന്നൊരു സംഭവമാണ്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. എന്ത് അവിഹിത താല്പര്യമാണ് ഇതുപോലെ തട്ടിപ്പുകളുടെ ഒരു പരമ്പര നടത്തിയ ആളുകളെ അനധികൃതമായി ഇത്തരം ഒരു പരിപാടി ഏൽപ്പിക്കുന്നത് എന്നുള്ള വളരെ ന്യായമായ ലോജിക്കലായ ചോദ്യമാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇവിടെ 260 കോടി കയ്യിലില്ലാത്ത, അതിനി ലോൺ എടുക്കാൻ പോകേണ്ടി വരുന്ന, അത് സംഘടിപ്പിക്കാൻ നെട്ടോട്ടമോടുന്ന ആളുകളെ എന്തിനു വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കുന്നു? ഞങ്ങളുടെ ചോദ്യം വളരെ ന്യായമല്ലേ? ഇന്ന് കൂടി ഈ പറയുന്ന വ്യക്തി നടത്തിയ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് എന്താ, ഞാനിപ്പോൾ പൈസ കൊടുത്താൽ EDയുടെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. അതിൻ്റെ അർത്ഥം എന്താ? ഈ പറയുന്ന EDക്ക് ബോധ്യപ്പെടാവുന്ന, ഈ പറയുന്ന അക്കൗണ്ടബിളായ പൈസ അദ്ദേഹത്തിന് കയ്യിലില്ല, അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നല്ലേ? ഇതിൻ്റെ ഉത്തരവാദിത്തം, ഇതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ സർക്കാരാണ്. വലിയ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇന്നലകളിൽ ഇവർ പറ്റിച്ചത് ഈ പറയുന്ന സാധാരണ ഉപഭോക്താക്കളെ ആണെങ്കിൽ, ഇന്ന് കേരളത്തിലെ ആളുകൾക്ക് ഫുട്ബോളിനോടുള്ള സ്നേഹവും ലയണൽ മെസ്സി എന്ന വലിയ പേരിനോടുള്ള ആദരവും അർജന്റീന ടീമിനോടുള്ള ആരാധനയും ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണ്. വളരെ വളരെ തെറ്റായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതിനകത്ത് നടന്ന അനധികൃതമായ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം. വരുന്ന ആളുകളുടെ അന്വേഷണം നടത്താൻ സർക്കാർ നിർബന്ധിതരാകും. സർക്കാരിനകത്ത് ഇതിനെന്താണ്, ഇതിനകത്തുള്ള അവിഹിതമായ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് എന്നുകൂടി പുറത്തു വരേണ്ടത്. ഈ അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ, ഇതിനകത്ത് ഈ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിരുന്നില്ല, നിങ്ങൾ നിന്ന് പിരിഞ്ഞു പോയ ഒരു വിഭാഗമാണ് ഇതിൽ ഭാഗമായി ഇതിനു വേണ്ടി പണം സമാഹരിക്കാൻ ശ്രമിച്ചത് എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഇതിൽ കുറെ അധികം പണം അവർ സമാഹരിച്ചു എന്നുള്ള ഒരു ആക്ഷേപവും നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം
എന്നിട്ട് മന്ത്രി കൂടി, അതായത് കായിക മന്ത്രി കൂടി ഇടപെട്ട ഒരു സംഭവമായതുകൊണ്ട് ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് നിങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇതിന് പിന്നിൽ പണം തിരിമറി നടന്നിട്ടുണ്ട് എന്ന സംശയത്തിന്റെ പുറത്താണോ നിങ്ങൾ ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്? തീർച്ചയായും. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയും ആകാംക്ഷയോടും കൂടി കാത്തിരുന്നതാണ് അർജന്റീനിയൻ താരങ്ങളും ലയണൽ മെസ്സിയൊക്കെ കേരളത്തിൽ വന്ന് കളിക്കുമെന്നുള്ളത്. പക്ഷെ അതിന് ഗവൺമെൻറ് എടുത്ത ഒരു നിലപാട്, ഈ ഒരു കടലാസ് സംഘടനയിൽ നിന്നും ഇത്രയും വലിയൊരു കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നപ്പോൾ അത് എങ്ങനെയാണ് അവരിൽ നിന്ന് കിട്ടുന്നത്? അവർക്ക് ഇതിന് കൊടുക്കാൻ നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അവരിങ്ങനെ ഒരു ഇതിന് മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടോ? ഇതിന് മുൻപ് ഇതുപോലുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ടോ? ഈ വക കാര്യങ്ങൾ കായിക മന്ത്രിയോ ഗവൺമെൻറ്റോ പരിശോധിക്കാതെ പെട്ടെന്ന് ഇവരോട് കൂടി ചേർന്ന് ഇത് നടത്താൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതാണ് ഇത് കുഴപ്പം. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് തിരിമറികൾ നടന്നിട്ടുണ്ട്, പണപ്പിരിവ് നടന്നിട്ടുണ്ട്, സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്നും കാശ് കളക്ട് ചെയ്തിട്ടുണ്ട്. അത് അടിയന്തരമായി ഗവൺമെൻറ് ഇതിനകത്ത് അന്വേഷണം നടത്തി ഈ കടലാസ് സംഘടന, ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ്റെ പേരിൽ നടത്തുന്ന കടലാസ് സംഘടനയ്ക്കെതിരായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ സംഘടന കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖല എന്ന് പറയുന്നത് ഇതിലെ ഒരു അനധികൃത പണമിടപാടും പണപ്പിരിവും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കായിക മന്ത്രിയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തെ കുറിച്ചാണോ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഞങ്ങൾ ഈ സ്വർണ്ണ വ്യാപാര മേഖലയിലെ ഒരു സംഘടന നടത്തിയ ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജസ്റ്റിൻ പാലത്ര വിഭാഗം നടത്തിയ ഒരു തട്ടിപ്പ് അന്വേഷിക്കണം. അതായത് സംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. അതല്ലാതെ ഈ ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റേതെങ്കിലും പുതിയ സ്പോൺസർമാർ വരുന്നതിലോ അവരുടെ ഇടപെടൽ സംബന്ധിച്ചോ ഒന്നും നിങ്ങൾക്ക് സംശയമോ അവിശ്വാസമോ ഒന്നുമില്ല അല്ലേ? കേരളത്തിൽ ഇങ്ങനൊരു വലിയ ലയണൽ മെസ്സി വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അത് വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ ഇപ്പോഴും പ്രകടിപ്പിക്കുകയാണ്. ശ്രീ ഷറഫ് അലി, താങ്കളുടെ മറുപടി. ഇവിടെ സംഘടനാപരമായ വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു, അത് അതിന്റെ വഴിക്ക് പോട്ടെ. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, അന്വേഷണം നടക്കട്ടെ. രാഷ്ട്രീയപരമായിട്ട് ഉത്കണ്ഠ കോൺഗ്രസിന്റെ പ്രതിനിധി ഉന്നയിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എബിൻ റോസ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഉത്കണ്ഠ മാത്രമേ ഒരു കാര്യമായിട്ട് എടുക്കണ്ടു. ഒരു ഫുട്ബോൾ പ്രേമി, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് അത് ഒരുക്കാൻ കഴിയും എന്ന് തന്നെയാണ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കും കേരളത്തിലെ ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലക്കും എൻ്റെ വിശ്വാസം. കാരണം അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അണ്ടർ 17 വേൾഡ് കപ്പ് നടന്നിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ടീമിന്റെ യാത്രാ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ധാരണയാക്കിയിട്ടുണ്ട്. ഒക്ടോബറിൽ വരും എന്ന് സൂചിപ്പിച്ചത് കൊണ്ട് മുൻകൂട്ടി ധാരണയായിട്ടുണ്ട്. കൃത്യമായ ഡേറ്റ് മാത്രമേ അറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ല ഒരൊറ്റ മിനിറ്റ്, എനിക്ക് മനസ്സിലായില്ല. ആരുമായിട്ട് ധാരണയായി? ഒക്ടോബറിൽ വരുന്ന കാര്യം ഡേറ്റ് മാത്രം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏതൊക്കെ കാര്യങ്ങളിലുള്ള ധാരണയായിട്ടുള്ളത്? ഇന്നലെ മുഖ്യ സ്പോൺസർ തന്നെ സൂചിപ്പിച്ചല്ലോ, ഒക്ടോബറിൽ വരും എന്നുള്ളത് സൂചിപ്പിച്ചല്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇതുവരെ നടന്ന കാര്യങ്ങളുടെ ഒരു മിനിറ്റ് ശ്രീ ഷറഫ് അലി, ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അതായത് ഒക്ടോബറിൽ തന്നെ വരും എന്ന് സ്പോൺസർ പറഞ്ഞു, ഒക്ടോബറിൽ തന്നെ വരും എന്ന് സംസ്ഥാന സർക്കാരിനും അതല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിനും ഉറപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ കഴിയും. ഇപ്പോൾ താങ്കൾ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റാണ് ശ്രീ ഷറഫ് അലി, താങ്കൾക്ക് ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ കഴിയുമോ ഈ ഇപ്പോൾ സ്പോൺസറുടെ കാര്യമൊന്നും കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല, ജനങ്ങൾ അറിയുന്നത് കായിക മന്ത്രി പറഞ്ഞു, കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യമാണ്. സ്പോർട്സ് കൗൺസിലിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് താങ്കൾ ശ്രീ ഷറഫ് അലി. താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയാൻ കഴിയുമോ ഒക്ടോബറിൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തും എന്ന്? തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഞാൻ അത്രക്ക് വിശ്വാസം 100% ഈ രണ്ടുപേരുടെയും വാക്കുകളെയും ഇതുവരെ നടന്ന പ്രോസസ്സിനെ വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ മെസ്സി എന്ന ലോകത്തിലെ ഈ ഇതിഹാസ താരത്തെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന് നെഗറ്റീവിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒന്ന്, അർജന്റീന എന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീം, അതുപോലെ തന്നെ മെസ്സി ലോകത്തിലെ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ താരം, ഈ അടങ്ങുന്ന ഈ ടീം കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ പ്രേമികളുടെ താല്പര്യം കണക്കിലെടുത്ത് കേരളത്തിലേക്ക് വരാമെന്ന് ഏറ്റത് തന്നെ ഒരു മഹത്തായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ട്, അതിന്
കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ സാർ എടുത്തിട്ടുള്ള ഒരു താല്പര്യം, സംസ്ഥാന സർക്കാർ എടുത്തുള്ള താല്പര്യം, അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുത്തു എന്നുള്ളത് മറ്റൊരു രീതിയിൽ അംഗീകരിക്കേണ്ട, അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്, ഇതിന് വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ കായിക രംഗത്തെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് സ്പോൺസർമാർ ആയിട്ട് ബന്ധപ്പെട്ടത്. സ്പോൺസറുടെ വിശ്വാസ്യതയെ കുറിച്ചൊക്കെ പലരും പറയുന്നുണ്ട്. ഇത് നടക്കുന്നില്ലെങ്കിൽ മാത്രമേ അത്തരം ചർച്ചയിലേക്ക് പോകൂ. അതൊന്നും ഇവിടെ ഒരു മെസ്സിയെ പോലെ, മെസ്സി ഉൾപ്പെടുന്ന ഒരു അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം എടുത്ത ആ സ്പോൺസറുടെ മനസ്സിനെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. ശരി ശരി ശ്രീ ഷറഫലി, അതിനകത്ത് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇപ്പൊ താങ്കൾ വിചാരിക്കുന്ന പോലെ മെസ്സിയെ കൊണ്ടുവരുന്നതിലും അർജന്റീനയെ കൊണ്ടുവരുന്നതിലും എന്തോ നെഗറ്റീവായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന രീതിയിൽ താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞു. താങ്കളുടെ വലിയ തെറ്റിദ്ധാരണയാണത്. മെസ്സിയും അർജന്റീന ടീമും ഒക്കെ കേരളത്തിലേക്ക് വരണം, അവരുടെ കളി ഇവിടെ നടക്കണം, മെസ്സിയെ കാണാൻ കഴിയണം എന്ന് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ആരാധകർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഒക്ടോബറിൽ ചൈനയിലും നവംബറിൽ അങ്കോളയിലും അർജന്റീനയിലുമാണ് കളി നടക്കാൻ പോകുന്നതെന്ന് ലോകം വിശ്വസിക്കുന്ന ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് പറയുമ്പോൾ അവിടെ ഇന്ത്യയുടെ പേരോ കേരളത്തിന്റെ പേരോ പരാമർശിക്കപ്പെടാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് കരാറിൽ ഏർപ്പെട്ട തുക നൽകാത്തതിന് കാരണം ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസുകൾക്ക് മറുപടിയില്ലാതെ നിൽക്കുന്നത് എന്ന് തുടങ്ങി നമ്മുടെ മുന്നിൽ കിടക്കുന്ന 1, 2, 3, 4 ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോഴാണ് ഇതിലെ അവ്യക്തതകൾ ചർച്ചയാക്കപ്പെടുന്നത്. അതിന്റെ ട്രൂ സ്പിരിറ്റിൽ താങ്കൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ എബിൻ റോസ്, മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനുള്ള ആത്മവിശ്വാസം താങ്കൾ കണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ, സന്തോഷമായില്ലേ? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഷറഫലി സാറൊക്കെ കളിക്കുന്ന കാലഘട്ടത്ത് അദ്ദേഹത്തിൻ്റെ കളികളുടെ കുറിച്ചുള്ള കമൻട്രി കേട്ടും അദ്ദേഹത്തിൻ്റെ പത്രത്തിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് റിപ്പോർട്ടുകളും വായിച്ച് കളിക്കാരായ ആൾക്കാരാണ് എന്നെപ്പോലുള്ള ആൾക്കാർ, നിരവധി ആൾക്കാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അതേ റെസ്പെക്റ്റിലും അതേ സ്പിരിറ്റോട് എടുക്കുന്നു. അതിനോടൊപ്പം തന്നെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മലപ്പുറംകാരനായ മന്ത്രിയുടെ ഫുട്ബോളിനുള്ള ആ താല്പര്യവും ആത്മാർത്ഥയും, ഇത് രണ്ടും ഞാൻ കയ്യിലെടുക്കുമ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, യാഥാർത്ഥ്യപരമായ കുറേ കാര്യങ്ങൾ അവിടെ വിസ്മരിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കലണ്ടർ, ഒരു പ്രൊഫഷണലിസവും പ്രൊഫഷണൽ കലണ്ടറും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് അവിടെ വരുന്നുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു സ്പിരിറ്റിനെ, ട്രൂ സ്പിരിറ്റിനെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഒക്ടോബറിൽ കളി നടക്കുമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അവരുടെ സ്പിരിറ്റിനെയും അതിനോടൊപ്പം തന്നെ അവരെ കൊണ്ടുവരാൻ നടത്തുന്ന പ്രവർത്തനത്തിനെയും റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതിഹാസ താരം ലയണൽ മെസ്സിയെയും ആവേശം പകരുന്ന ഒന്ന് അർജന്റീന ടീമിന്റെയും വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഫുട്ബോൾ ആരാധകരുണ്ട് കേരളത്തിൽ. അവർക്ക് മുന്നിലേക്ക് മെസ്സി വരുമെന്നുള്ള ഉറപ്പ് വീണ്ടും വീണ്ടും കായിക മന്ത്രി ഇട്ടുകൊടുത്തിട്ടുമുണ്ട്. അതിന്റെ പിന്നിൽ നടക്കുന്ന പിന്നാമ്പുറത്തെ പലതരത്തിലുള്ള വിവാദങ്ങൾക്കും ഇനിയും മറുപടിയില്ലാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുന്നുമുണ്ട്. മെസ്സിയുടെ വരവ് സംബന്ധിച്ചുള്ള അവ്യക്തതകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതെന്നു മാറും എന്ന് നമുക്ക് കാത്തിരിക്കാം. മെസ്സി വരുമോ അതോ വരില്ലേ? നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഈവനിംഗിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.